ഈജിപ്ഷ്യൻ എംബസി അറ്റസ്റ്റേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഈജിപ്തിലോട്ട് മൈഗ്രേഷൻ ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും അങ്ങോട്ട് മൈഗ്രേഷനൊക്കെ പാർഷ്യലി കുറവായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് മൈഗ്രേഷൻസ് വരുന്നുണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും വരുന്നുണ്ട്. മലയാളികൾ എത്താത്ത രാജ്യമില്ലല്ലോ. ഇല്ലല്ലോ, അതെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എംബസി അറ്റസ്റ്റേഷൻ ഓഫ് ഈജിപ്റ്റ്, അത് എത്രത്തോളം നിങ്ങൾക്ക് റിലയബിൾ ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതിൽ, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൽ അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് 3 ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ, ഒന്ന് നോൺ എഡ്യൂക്കേഷൻ, ഒന്ന് കൊമേഴ്ഷ്യൽ. അപ്പോൾ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SLC, +2, പിന്നെ PG, ഡിപ്ലോമ, ITI, ഇതെല്ലാം എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നോൺ എഡ്യൂക്കേഷൻ ആകുമ്പോൾ മാരേജ്, ബർത്ത്, ഡെത്ത്, എക്സ്പീരിയൻസ്, മെഡിക്കൽ, ഇതെല്ലാം നോൺ എഡ്യൂക്കേഷൻ്റെ അണ്ടർ വരും. കൊമേഴ്ഷ്യൽ ആകുമ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്, പവർ ഓഫ് അറ്റോർണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺസൈൻമെൻറ്റ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിലുള്ള ഈജിപ്ഷ്യൻ എംബസി അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം HRD അറ്റസ്റ്റേഷൻ നമുക്ക് ചെയ്യുക. അത് അതർ സ്റ്റേറ്റ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതർ ദാൻ കേരള, ഇപ്പോൾ കർണാടക, തമിഴ്നാടും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ HRD അറ്റസ്റ്റേഷൻ ചെയ്യണം. HRD എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള ഒരു വെരിഫിക്കേഷനാണ്. അത് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിരിക്കും. അതിനുശേഷം നമുക്ക് MA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തിട്ട് ഫൈനലി ഈജിപ്ഷ്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ ചെയ്യാം. പക്ഷേ ഇത് കേരളത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് അല്ല, വിത്തിൻ കേരള പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നോർക്ക അറ്റസ്റ്റേഷൻ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഫൈനലി ഈജിപ്ഷ്യൻ എംബസി. അങ്ങനെ 2 പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. നോൺ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ HRDക്ക് പകരം നമ്മൾ ഹോം അറ്റസ്റ്റേഷൻ ആണ് വരുന്നത്. ഹോം, MA, ഈജിപ്ഷ്യൻ എംബസി, അല്ലെങ്കിൽ SDM, MA, ഈജിപ്ഷ്യൻ എംബസി. HRD ആയാലും ഹോം ആയാലും വെദർ ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഓർ നോൺ എഡ്യൂക്കേഷണൽ, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ടാണ് SDM എന്നുള്ളൊരു ഓപ്ഷനിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു മിനിമം ഒരു 15 വർക്കിംഗ് ഡേയ്സ് മുതൽ 20 വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് ഈജിപ്ഷ്യൻ എംബസിയുടെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ അറ്റസ്റ്റേഷൻ വരുമ്പോൾ മുംബൈയിലുള്ള കോൺസുലേറ്റ് വഴിയായിരിക്കും ഇതിൻ്റെ അറ്റസ്റ്റേഷൻ പോകുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്ലസ് MA പ്ലസ് ഇതിൻ്റെ കോൺസുലേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എംബസി വഴിയായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൊമേഴ്ഷ്യലിൻ്റെ ചെയ്യാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈജിപ്ഷ്യൻ എംബസി അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. എല്ലാ എംബസീസും ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വിചാരിക്കും നേരിട്ട് എംബസിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഡൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നോട്ട് ലൈക്ക് ദാറ്റ്. എപ്പോഴും ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയോ ഒരു ട്രാവൽ ഏജൻസിയോ വഴി ചെയ്യുമ്പോൾ കുറേയും കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ് ആകുമ്പോഴേക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, അതൊക്കെ ഒരു ഐഡിയ കാണില്ല അവർക്ക് എന്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി വേണം. പിന്നെ എംബസി ചില സമയങ്ങളിൽ അതർ ഡോക്യുമെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതും കൂടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ പ്ലസ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ടിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റ് കുഞ്ഞുങ്ങളെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെയാണ്. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഡിസീസ്ഡ് ആയ ആളുടെ പാസ്പോർട്ട് കോപ്പിയും വേണം. ആളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ ഒക്കെ പാസ്പോർട്ട് കോപ്പി വയ്ക്കാം. പിന്നെ കുട്ടികളുടെ TCയുടെ അറ്റസ്റ്റേഷൻ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കോപ്പിയും മാതാപിതാക്കളുടെയും കൂടെ വെക്കേണ്ടി വരും. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ മാത്രം മതി. മെഡിക്കൽ ആണെന്നുണ്ടെങ്കിലും കാൻഡിഡേറ്റിൻ്റെ വയ്ക്കുക. പിന്നെ PCC, ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന PCC ഈജിപ്ഷ്യൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അതാണെങ്കിലും കാൻഡിഡേറ്റിൻ്റെ പാസ്പോർട്ട് കോപ്പി മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈജിപ്ഷ്യൻ എംബസി അറ്റസ്റ്റേഷനെ കുറിച്ച് പറയാനായിട്ട്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഏരിയാസും ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു വീഡിയോയിൽ അത്രയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ വിളിക്കുക. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കാം. ഓക്കെ, 10 to 6 നമ്മുടെ ഓഫീസ് ടൈം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് എനി ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.